ഗോവിന്ദചാമി എന്തിനാണ് ജയിൽ ചാടിയത് എന്ന ചോദ്യം എല്ലാവരും ചോദിക്കുമ്പോഴും ആരാണ് ഗോവിന്ദചാമി എന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിവില്ല. ഗോവിന്ദചാമി എന്ന പേര് പോലും തർക്ക വിഷയമാണ്. ചിലർ പറയുന്നു അയാൾ ചാർലി തോമസ് ആണ് എന്ന്, ചിലർ പറയുന്നു അയാൾ ഗോവിന്ദചാമിയാണെന്ന്. ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം ദൃശ്യത്തിലെ ജോർജ് കുട്ടി പറയുന്നത് പോലെ അത് ഗോവിന്ദചാമിയോടൊപ്പം ഒരു പക്ഷേ മണ്ണടിഞ്ഞു പോയേക്കാം. എന്തായാലും അതറിയാവുന്നവർ നമ്മളോട് ഒരിക്കലും അത് പറയുവാനും പോകുന്നില്ല. ഗോവിന്ദചാമി എന്ന പേര് പോലെ ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ടും കുപ്രസിദ്ധി നേടിയ ഒരു പേര് അടുത്ത കാലത്തൊന്നും മലയാളികൾ കേട്ടിട്ടുണ്ടാവില്ല. പലരും പറയുന്നതും അതേപോലെ ഗോവിന്ദചാമിയുടെ വക്കീൽ അന്തരിച്ച BA ആളൂർ പറയുന്നതും ഗോവിന്ദചാമി പൻവേൽ മുംബൈ റെയിൽവേ റൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്ന പൻവേൽ മുംബൈ റെയിൽ റോബറി ഗാങ്ങിൻ്റെ ഭാഗമായിരുന്നു എന്നാണ്. പൻവേൽ മുംബൈ റെയിൽവേ റൂട്ടിൽ മയക്കുമരുന്ന് കള്ളക്കടത്തിനും പിടിച്ചുപറിക്കും മോഷണത്തിനും കൊള്ളയടിക്കും ഒക്കെ പേര് കേട്ട ഒരു ഗാങ് ആണ് പൻവേൽ മുംബൈ റെയിൽ റോബറി ഗാങ്. അവരായിരുന്നു ഗോവിന്ദചാമിക്ക് വേണ്ടി വക്കീൽ ഫീസ് കൊടുത്തത് എന്നാണ് 2016 ആളൂർ വക്കീല് ഒരു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്. ഈ ഗാങ്ങിന് കേരളം, തമിഴ്നാട്, കർണാടക മുതലായിടങ്ങളിൽ നിന്നെല്ലാം അംഗങ്ങളുണ്ട് എന്നായിരുന്നു ആളൂരെന്ന് വെളിപ്പെടുത്തിയത്. ഗോവിന്ദചാമിയുടെ കേസിൽ ആളൂരിൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ഒരു വ്യക്തി ആയിരുന്നില്ല എന്നാണ് അയാൾ പറയുന്നത്. ആളൂരിനെ അന്ന് സമീപിച്ചവർ ഒരു വലിയ തുകയാണ് ഫീസായി ഓഫർ ചെയ്തത്. പിച്ചക്കാരൻ്റെ വേഷത്തിൽ ട്രെയിനിൽ സഞ്ചരിക്കുക, ആൾക്കാരെ കൊള്ളയടിക്കുക, അതായിരുന്നു ഗോവിന്ദചാമിയുടെ രീതി. കൂട്ടത്തിൽ കഞ്ചാവും മയക്കുമരുന്ന് കച്ചവടവും. ഒരു പിച്ചക്കാരന് വേണ്ടി പൂനെയിലെ ഒരു വലിയ ലോ ഫേമിന് വലിയ തുകകൾ ഫീസ് കൊടുത്ത് സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തുന്നത് മുംബൈയിലെ അധോലോകമാണോ എന്നും സംശയങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ഉത്തരം കിട്ടാത്ത അനവധി ചോദ്യങ്ങൾ ഗോവിന്ദചാമിയുമായി ബന്ധപ്പെടുത്തി അന്ന് തന്നെ അന്തരീക്ഷത്തിൽ കറങ്ങുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പൻവേൽ മുംബൈ റെയിൽ റോബറി ഗാങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. സൗമ്യ വധ കേസിൽ ഗോവിന്ദചാമി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കൃത്യം നിർവഹിച്ചത്. അയാൾക്ക് കൂട്ടാളികൾ ഉണ്ടായിരുന്നു എന്നും കേൾക്കുന്നുണ്ടായിരുന്നു. അന്ന് 2 തമിഴ് സംസാരിക്കുന്ന വ്യക്തികളായിരുന്നു പൂനെയിലെ വക്കീൽ സ്ഥാപനത്തെ സമീപിച്ചത് എന്ന് അന്ന് തന്നെ ന്യൂസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാം പൻവേൽ മുംബൈ റെയിൽ റോബറി ഗാങ്ങിൻ്റെ ഭാഗമായിരുന്നു. ഇനി പറയുന്ന സംഭവം നടക്കുന്നത് 2025 ജൂൺ 4 രാത്രിയിലായിരുന്നു. ലോകമാന്യ തിലക് നന്ദേദ് സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു യോഗേഷ് ദേശ്മുഖും അദ്ദേഹത്തിൻ്റെ ഭാര്യ ദീപാളി ദേശ്മുഖും അവരുടെ 9 വയസ്സ് പ്രായമുള്ള മകളും. വെളുപ്പിന് 3:50 ഭാണ്ഡുപ് കാഞ്ചൂർ മാർഗ് സ്റ്റേഷനുകൾക്കിടയിൽ വെച്ച് ട്രെയിൻ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരുന്ന സമയം ദീപാളിക്ക് അവരുടെ ഹാൻഡ് ബാഗ് ആരോ വലിക്കുന്നത് പോലെ തോന്നുന്നു. ദീപാളി ഉറക്കം ഉണരുന്നു. അവർ നിലവിളിക്കുന്നു. ബാഗിൽ പിടി വിടുവിക്കാതെ ഇരുന്ന അവരെ കള്ളൻ വലിച്ചുകൊണ്ട് ഡോറിൻ്റെ അടുക്കൽ വരെ കൊണ്ടുപോകുന്നു. പൻവേലിൽ ഒരു ആയുർവേദ ഡോക്ടറായിരുന്ന ഭർത്താവ് ദേശ്മുഖ്, അദ്ദേഹം ഉറക്കമുണരുന്നു. അയാൾ ഭാര്യയെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ കള്ളൻ 2 പേരെയും ഒരുമിച്ച് വലിച്ചു കൊണ്ടുപോയി അവരെ 2 പേരെയും കൊണ്ട് ട്രെയിനിൽ നിന്നും എടുത്ത് ചാടുന്നു. ഭാര്യയും ഭർത്താവും ട്രാക്കിലേക്ക് വീഴുന്നു. അപകടത്തിൽ 2 പേർക്കും സാരമായ പരുക്കുകൾ പറ്റുന്നു. ഭർത്താവിൻ്റെ ഇടത് കൈ ആംപുട്ടേറ്റ് ചെയ്ത് കളയുന്നു. വൽസാഡിനും പൻവേലിനും ഇടയിലുള്ള 220 കിലോമീറ്റർ സ്ട്രെച്ച് ട്രെയിൻ കൊള്ളക്കാരുടെ ഒരു ഹണ്ടിങ് ഗ്രൗണ്ടാണ്. ഈ സംഘത്തിൽ ജഗദീഷ് സാഹു, ദീപക് സ്വാമി, സാഹിൽ ഖാൻ ഇങ്ങനെ കുറേ പേരെ പോലീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ദീർഘദൂര ട്രെയിനുകളിലെ യാത്രക്കാരായിരുന്നു ഇവരുടെ ഇരകൾ കൂടുതലും. പ്രത്യേകിച്ചും GSMT, പൻവേൽ, കല്യാൺ സ്റ്റേഷനുകളിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിനുകൾ. ഭക്ഷണത്തിലും കുടിക്കുന്ന പാനീയത്തിലും ഉറക്കുമരുന്നുകളും മയക്കുമരുന്നുകളും കലർത്തി അവർ സംശയം തോന്നാത്ത വിധത്തിൽ യാത്രക്കാർക്ക് കൊടുക്കുന്നു. പിന്നീട് ജഗദീഷ് സാഹുവിനെ രാജേഷ് മുലയ്യ എന്നു പേരുള്ള ഒരാൾ, അയാളുടെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അന്ധേരി സ്റ്റേഷനിൽ വെച്ച് രാജേഷ് ജഗദീഷ് സാഹുവിനെ തിരിച്ചറിയുകയും പോലീസിനെ അലേർട്ട് ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് അയാളെ അറസ്റ്റ് ചെയ്തു. ജഗദീഷ് സാഹു മധ്യപ്രദേശിലും നടത്തിയ സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നേരിട്ട് ബെയിലിൽ പോയ ഒരാളായിരുന്നു. പോലീസ് സ്വർണ്ണമാലകൾ, സ്വർണ്ണമോതിരങ്ങൾ, സൗണ്ട് സിസ്റ്റം, LCD TV, പണം മുതലായ കളവ് മുതലുകൾ ഇയാളുടെ പക്കൽ നിന്നും ഇയാളുടെ കൂട്ടാളികളുടെ ഒളിയിടങ്ങളിൽ നിന്നും കണ്ടെത്തിയിരുന്നു. 2010 പൻവേൽ റെയിൽവേ പോലീസ് 6 പേരടങ്ങുന്ന ഒരു ഗാങ്ങിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എക്സ്പ്രസ് മെയിൽ ട്രെയിനുകളിലെ യാത്രക്കാരെ ഉന്നം വയ്ക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുകയായിരുന്നു ഇവരുടെ രീതി.
ഏകദേശം 1,07,000 രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ പോലീസ് ഇവരിൽ നിന്നും അന്ന് കണ്ടെത്തുകയുണ്ടായി. ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ്സിലെ ഒരു യാത്രക്കാരനിൽ നിന്നും കൊള്ളയടിച്ചതായിരുന്നു ആ സ്വർണ്ണാഭരണങ്ങൾ. രാജേന്ദ്രകുമാർ മുഞ്ചിറാം ബിദ്വാൻ, സുരേന്ദ്രകുമാർ മുഞ്ചിറാം ബിദ്വാൻ, കരംവീർ ദാൽസിംഗ് മഹാല, രാംപാൽ സാധുറാം സിംഗ്, ബിന്ദർ രൺധീർ സിംഗ്, റോഷൻലാൽ അസുറാം മഹാല, ഇതൊക്കെയായിരുന്നു ഇവരുടെ പേരുകൾ. ഇവരുടെ മോഡസ് ഓപ്പറൻഡിയും അത് വളരെ പ്രത്യേകത ഉള്ളതായിരുന്നു. 6 മുതൽ 8 പേർ വരുന്ന ഒരു ഗാങ് മെമ്പേഴ്സ് അവർ കൂട്ടമായി ട്രെയിൻ പ്ലാറ്റ്ഫോം അടുക്കാറാകുമ്പോൾ വാതിലിൽ ഒരു ക്രൗഡ് സൃഷ്ടിക്കും. എന്നിട്ട് അവരുടെ ഇരയെ അവർ ഒരു സർക്കിൾ എന്ന പോലെ വലയം ചെയ്യും. ഈ ഗാങ് മെമ്പേഴ്സിൽ ചിലർ ഇരയെ ലഗേജും മറ്റും ഇറക്കാൻ സഹായിക്കുന്നു. ഇതിനിടയിൽ കള്ളന്മാരിൽ ഒരാൾ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് ബാഗ് തുറന്ന് ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിക്കുന്നു. തുളസി ഗോകുൽചന്ദ് ശർമ്മ എന്നൊരാളായിരുന്നു ഈ വിധത്തിൽ ഈ ഗാങ് ഡിസംബർ 1-ാം തീയതി തലോജ എന്ന സ്റ്റേഷനിൽ വെച്ച് ട്രെയിനിൽ നിന്നും ഇറങ്ങാൻ സഹായിക്കുന്നു എന്ന വ്യാജേന കൊള്ളയടിച്ചത്. ഡിസംബർ 7-ാം തീയതി റെയിൽവേ പോലീസ് ഇവർക്കായി ഒരു വല വിരിച്ച് പൻവേൽ സ്റ്റേഷനിൽ കാത്തുനിന്നു. രാത്രി 10 മണി 10 മിനിറ്റുള്ളപ്പോൾ S1 S2 ബോഗികളുടെ വാതിൽക്കൽ 6 മുതൽ 8 പേരടങ്ങുന്ന ഒരു സംഘം സംശയാസ്പദമായ രീതിയിൽ നിൽക്കുന്നത് കണ്ടു. അവരുടെ ആരുടെയും കയ്യിൽ ലഗേജുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു പോലീസിന് സംശയം ഉണ്ടാകുവാൻ പ്രധാന കാരണമായത്. പോലീസ് വളഞ്ഞതറിഞ്ഞ് ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കൂട്ടത്തിലുള്ള 4 പേരെ പോലീസ് പിടികൂടി. പൻവേൽ റെയിൽ റോബറി ഗാങ്ങിൻ്റെ കൈകൾ ഇന്ന് തെക്കേ ഇന്ത്യ വരെ നീളുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗോവിന്ദചാമിക്ക് കിട്ടിയ സപ്പോർട്ടും അയാൾക്ക് സുപ്രീം കോടതി വരെ പോകുവാൻ ലഭിച്ച നിയമ സഹായവും. ഇവർ പിച്ചക്കാരുടെ വേഷത്തിലും കച്ചവടക്കാരുടെ വേഷത്തിലും ഒക്കെ നമുക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. പക്ഷേ പോലീസ് ഇപ്പോഴും ഇങ്ങനെ ഒരു ഗാങ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അംഗീകരിക്കുന്നില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയവും. വലിയ ഒരു തുക ഗോവിന്ദചാമിക്ക് വേണ്ടി ആളൂർ വക്കീലിന് കൊടുക്കുമ്പോൾ അത് വ്യക്തമാണെങ്കിലും ഇതിൻ്റെ ഒക്കെ പിറകെ പോയി അന്വേഷിക്കുവാൻ ആരും മെനക്കെടാറില്ല. ഇപ്പോഴും കള്ളന്മാർക്ക് ആവേശവും പ്രതീക്ഷയും നൽകുന്ന 2016 ഗ്രേറ്റ് ഇന്ത്യൻ ട്രെയിൻ റോബറിയാണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്നും ചെന്നൈ റിസർവ് ബാങ്കിലേക്ക് കൊണ്ടുപോയ 342 കോടി രൂപയിലെ 5,78,00,000 രൂപ തട്ടിയെടുത്തതാണ് ഇന്ത്യയിലെ ട്രെയിൻ കൊള്ളകളിലെ ഏറ്റവും വലുത് എന്ന് പറയാവുന്ന ഒന്ന്. അതിനെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ പറയാം. ഇവരുടെ പ്രവർത്തന രീതി തന്നെ വളരെ വ്യത്യസ്തമാണ്. ഇവരൊക്കെ ആംഡ് ആയിരിക്കും, വയലൻറ്റുമായിരിക്കും. അവരോട് എതിരിട്ട് പിടിച്ചു നിൽക്കുവാൻ സാധാരണ യാത്രക്കാർക്ക് കഴിഞ്ഞു എന്ന് വരില്ല. പലപ്പോഴും സഹയാത്രക്കാർക്ക് ഇങ്ങനെ അപകടം സംഭവിച്ചത് അത് കണ്ടാലും മറ്റുള്ളവർ കാഴ്ചക്കാരായി നോക്കി നിൽക്കാറേ ഉള്ളൂ. അതുകൊണ്ട് യാത്രയിൽ നമ്മൾ സുരക്ഷിതരായി ഇരിക്കുവാൻ കള്ളന്മാരെ ആകർഷിക്കുന്നത് പോലെ ഒന്നും ധരിക്കാതിരിക്കുക, കയ്യിൽ കരുതാതെ ഇരിക്കുക. അതുമാത്രമേ നമുക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഗോവിന്ദചാമിക്ക് ഇനി ജയിലിൽ സുഖവാസം. ഇനി അയാൾ പുറത്തിറങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യില്ല എന്ന് ആർക്കറിയാം. ഗോവിന്ദചാമിയെ പോലെയുള്ളവർ സാമൂഹ്യ വിപത്താണ്. ഇയാൾ ശരിക്കും ഒരു സെക്സ് മാനിയാക്കാണ്. ഇയാളെയൊക്കെ കൊല്ലുവാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുവദിക്കുന്നില്ല. എന്തു ചെയ്യാൻ? അപ്പോൾ പിന്നെ ഇവനെയൊക്കെ മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആക്കുകയാണ് ഏറ്റവും നല്ലത്. എറക്ടൈൽ ഡിസ്ഫങ്ഷന് സഹായിക്കുന്ന മരുന്നുകൾ കൊടുത്തിട്ടാണെങ്കിലും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.